സലാം മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കണ്ണൂരിൽ നിന്നും സലാം സ്വീകരിക്കുകയാണ്. സലാം, കോടതിയിൽ ഗോവിന്ദചാമി എത്തിച്ചിട്ടുണ്ടോ? കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഒരു വാദപ്രതിവാദം കോടതിയിൽ നടക്കാൻ പോവുക? മറ്റു വിശദാംശങ്ങൾ. ആദ്യഘട്ടത്തിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഗോവിന്ദചാമിയെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും വീണ്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ എത്തിച്ചിരിക്കുകയാണ്, കുറ്റവാളിയെ എത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പക്ഷേ നീണ്ട ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു, പിന്നീട് വീണ്ടും ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കും പിന്നീട് അവിടെ നിന്നും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസിൽ, അതായത് ജയിൽ ചാടിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധന പൂർത്തിയായത്. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘനേരമാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ ജയിൽ ചാട്ടം സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട്. കാരണം ആരാണ് സഹായിച്ചത്, അതായത് പുറമേ നിന്ന് സഹായം ലഭിച്ചതായിട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് ആരാണ്, കൂടാതെ സഹതടവുകാരന്റെ റോൾ എന്താണ്, ഇയാൾക്ക് കൂടി പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ സഹതടവുകാരൻ എങ്ങനെയാണ് ഇയാളെ സഹായിച്ചത്, കൂടാതെ ആയുധങ്ങൾ ആരാണ് എത്തിച്ചത്, ഈ ആയുധങ്ങൾ ഇയാളുടെ പക്കൽ നിന്ന് ഇയാളെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ ഇയാളുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരാണ് ഈ ആയുധങ്ങൾ ഇയാൾക്ക് നൽകിയത് എന്ന കാര്യത്തിൽ കൂടി ഒരു നിഗമനത്തിൽ പോലീസിന് എത്താനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദീർഘനേരം, അതായത് ആദ്യഘട്ടത്തിൽ കോടതിയിലെത്തിക്കാൻ വേണ്ടിയാണ് പുറത്തിറക്കിയതെന്ന് കരുതിയ സാഹചര്യത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വീണ്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ച് വീണ്ടും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കേസിൽ, അതായത് ജയിൽ ചാട്ടം സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് അവിടെ വെച്ച് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കാം കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ദീർഘനേരമാണ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന് നിരവധിയായിട്ടുള്ള, അതായത് കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ്, അയാളാണ് ഇങ്ങനെ അനായാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ, നിരവധി സംശയങ്ങൾ, ഇതിനൊക്കെ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ദീർഘനേരം ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്, നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഈ കേസിൽ, അതായത് ജയിൽ ചാട്ടം സംബന്ധിച്ച കേസിലുള്ള തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കാം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ വിന്യാസം ഈ മേഖലയിലൊക്കെ തന്നെയുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് അടുത്തായിരുന്നു, അതുപോലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലായാലും തൊട്ടടുത്ത ജില്ലാ പോലീസ് മേധാവി. ശരി, അതീവ സുരക്ഷയാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലടക്കം ഒരുക്കിയിരിക്കുന്നത്. ഗോവിന്ദചാമിയെ കോടതിയിലേക്കല്ല ടൗൺ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ജയിൽ ചാട്ടവുമായി